യാസിർ ഷിബില ദമ്പതികൾ അതീവ സ്നേഹത്തോടു കൂടി ജീവിച്ച രണ്ട് മനുഷ്യർ പരസ്പരം വഴക്കിടുന്നു. ഒരാൾ കൊലപ്പെടുത്തുന്നു. വിഷയം അതൊന്നുമല്ല, അതിൻ്റെ താഴെ വന്ന കമൻസാണ് ഭീകരം. അതിനേക്കാളേറെ യാസിറിൻ്റെ ഉമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ്, അതും ഭയങ്കര ഭീകരമാണ്. അവരുടെ ഒരു വാക്കിൽ, അവരുടെ ഒരു അഭിപ്രായത്തിൽ മകനല്ല കുറ്റം ചെയ്തത്, ഒരാളെ കുത്തി അങ്ങോട്ട് കൊന്നിരിക്കുകയാണ്. എന്നിട്ട് ഉമ്മ പറയണത് എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, എൻ്റെ മോൻ ചെയ്യാനുള്ള കാരണം അവളുടെ അപ്പനാണ്. അവളുടെ അപ്പൻ അവരെ ജീവിക്കാൻ അനുവദിച്ചില്ല. എങ്ങനെ കള്ളും കഞ്ചാവും ഒക്കെ കഴിച്ചു കൊണ്ടുവന്ന് ഈ പെൺകുട്ടിയെ എടുത്ത് വെച്ച് ഇടിച്ച് നശവശയാക്കുന്ന ഒരുത്തൻ്റെ ഒപ്പം മരുമകൾ ജീവിച്ചില്ല എന്നാണ് കംപ്ലൈൻറ്റ്. അമ്മ പറയുന്നത് കേൾക്കാം. കൂട്ടിയിട്ട് പോകാൻ പറഞ്ഞപ്പോൾ ഏട്ടത്തിന് മാപ്പിള പോരാന്ന് പറഞ്ഞു. സർട്ടിഫിക്കറ്റ് കൊടുത്തു വീട്ടിലേക്ക് വന്നില്ല. അവ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു നോമ്പ് പറഞ്ഞിട്ട് തരാൻ എടുത്ത് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു, നോമ്പ് പറഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഏട്ടത്തിന് മാപ്പിള പോരാന്ന് പറഞ്ഞിരിക്കുന്നത് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ വന്ന് നോമ്പ് തോന്നിട്ട് പോകാന്ന്. അപ്പോൾ ഓൻ പോന്നിക്കുന്നു. ഓൻ പോന്ന് പമ്പിൽ വന്നിട്ട് ഇവന് പിന്നെ കാറിൽ ഇവന്റെ എണ്ണ കാറിൽ ഈ എണ്ണ അടിച്ചുകൊണ്ട് വന്നിട്ട് ഇവന്റെ ബൈക്കുമായിട്ട് പോന്ന് ഓൻ 500 ഉറുപ്പ് എടുത്തോട്ട് എണ്ണ അടിക്കാൻ കയറിക്ക് സംഭവിച്ചിരിക്കുമ്പോ ഇനി നമ്മളെന്താ ചെയ്യുക, ഓളെന്തോ ചെയ്തിരിക്കുന്നല്ലോ പോയിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്, എടുക്കാൻ ചെന്ന പോലെ എന്തോ പറഞ്ഞു. വാപ്പാണ് ഇതിന്റെ കാരണക്കാരൻ. വാപ്പാണ് ഇങ്ങനെ ഓനെ വാശി പിടിച്ചിട്ട് അവനോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്. ചെല്ലും ഒക്കെ പറയും കൊണ്ടുപോകില്ല ഞങ്ങൾക്ക് എന്റെ പേരും വിടാൻ താല്പര്യമില്ല എന്നൊക്കെ ഓള് പോരാന്നും പറയുന്നുണ്ട്. അതാ ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾ കേൾക്കല്ല, ഞങ്ങൾ കാണുന്നില്ല. അതാണ് നമ്മൾ സംഭവിച്ചത്. പിന്നെ എന്താണ് നടന്നത് നമുക്കൊന്നും അറിയൂല. ഞങ്ങൾക്ക് ഞങ്ങളെ മോൾക്ക് പോയി എനിക്ക് മോളെ നോക്കി കാണാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഞാനോട് 5 കൊല്ലത്ത് നോക്കിയത് ഞങ്ങളായിട്ട് ഒരു സ്ഥാനമില്ല. എനിക്കൊരു നോക്ക് കാണാനുകളുടെ മോളായിട്ട് കാണിച്ചു തരാനുള്ള സംവിധാനങ്ങളാക്കി കണ്ടു പോകാൻ പറ്റില്ല. അത്രയാണ്. എന്റെ മോക്കൊരു ബൊമ്മല്ലാണ്ടായി പോയി. ഒരു വാശി പിടിപ്പിച്ചിട്ട് ഒരു വാശിപ്പുറത്തല്ലേ ഇതൊക്കെ വന്നത്, അല്ലാണ്ട് ഒരു തെറ്റോ പെടുക്കോ കച്ചറയില്ലാത്ത. ശരിയാണ്, നിങ്ങളുടെ മകൾക്കാണ് ഇങ്ങനെ ഒരു അനുഭവമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അമ്മ കരഞ്ഞ് തള്ളുകയാണ്. മൃതശരീരം പോലും കാണിക്കരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം അവരത് അർഹിക്കുന്നില്ല. ഈ പയ്യന് ആ പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചാണ്. വീട്ടുകാരുടെ സമ്മതമൊന്നുമില്ല. അവിടുന്ന് ചാടിച്ചോണ്ടൊന്ന് വിവാഹം കഴിച്ചതാണ്. പിന്നീട് പീഡന പരമ്പരകളുടെ ഒരു വലിയ ഘോഷയാത്രയാണ്. ഇങ്ങനെ ഡ്രഗ് അടിച്ചുകൊണ്ട് നടക്കുന്നവൻ്റെ അടുത്തേക്ക് എങ്ങനെയാണ് ആ പെൺകുട്ടി ജീവിക്കുക? മാത്രമല്ല റീസെൻ്റ്ലി അവർ തെറ്റാനുള്ള കാരണം മറ്റൊരു കാര്യമാണ് പറയുന്നത്. അതിൽ യാസിറിൻ്റെ സുഹൃത്ത് ബന്ധങ്ങളാണ്. സൗഹൃദത്തിൽ ഒരുത്തന്നെ പോലീസ് ഇപ്പോൾ പിടിച്ചിട്ടുണ്ട് റീസെൻ്റ്ലി. എന്തിനാണെന്നല്ലേ? അമ്മയെ കൊന്നതിനാ. കള്ളോ കഞ്ചാവോ അല്ല അതിനകത്ത് മെയിനായിട്ട്. ഡ്രഗ് അഡിക്റ്റ് ആയിട്ടാണ് കൊന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ മറ്റൊരു കാര്യമുണ്ട്. ഖുറാൻ കത്തിച്ചവനാണ്. അവൻ്റെ ഒപ്പമുള്ള ഇവൻ്റെ സൗഹൃദം ഷിബിലയെ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കിയിരുന്നു. അവൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മതവിശ്വാസിയാണിത് ചെയ്തതെന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്ന വായി നോക്കിയലോടത്തുള്ള എൻ്റെ മറുപടിയാണിത്. ഒരു മതവിശ്വാസി ഇങ്ങനെ ചെയ്യത്തില്ല. മതം അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ തോന്നില്ല. അവരുടെ മതം അതാണ് നിഷ്കർഷിക്കുന്നത്. ഒരു കാരണവശാലും ഇല്ല. എൻ്റെയൊക്കെ ബാല്യകാലങ്ങളിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് പെൺകുട്ടികൾക്ക്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല. ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം പെൺകുട്ടികൾ പുറത്ത് കിട്ടിയാൽ പരിപാടിയാണ്, ഒരു രക്ഷയില്ലാതെയാണ്. ഇന്നത്തെ കാലത്തുള്ള അത്രയും പ്രൊട്ടക്ഷനൊന്നും എൻ്റെ ചെറുപ്പകാലത്ത് ഇല്ലാന്ന് ഓർത്തോളാം. ബസ്സുകളിൽ പോലും ഭയങ്കരമായി ദേഹോപദ്രവം ചെയ്യുമായിരുന്നു. ഞങ്ങളൊക്കെ സേഫ്റ്റി പിൻ കൊണ്ട് ബസ്സിൽ കയറിയ കഥകളാണ് പറയാനുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെൺകുട്ടികൾക്ക് കിട്ടിയിരുന്നത് വീട്ടിലിരിക്കുക എന്നുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷെ ആൺകുട്ടികൾക്ക് പുറത്തു പോകാൻ പറ്റും. വൃത്തികെട്ട കൂട്ടുകെട്ടുകളിൽ പോയി പെട്ട് കള്ളുകുടിയന്മാരാകുന്ന ഒരു രീതി എൻ്റെ ബാല്യകാലത്ത് എൻ്റെ ബ്രദേഴ്സിനൊക്കെ ഉണ്ടായിരുന്നു. അത് വീട്ടിൽ വലിയ പ്രശ്നവുമായിരുന്നു. എൻ്റെ ഉമ്മയ്ക്ക് ഏറ്റവും ഭ്രാന്ത് പിടിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. കള്ളൊക്കെ കുടിക്കുക, അങ്ങനെയൊക്കെ ആരെങ്കിലും മാമാമാർ വന്ന് ഇൻഫർമേഷൻ തരിക ഉമ്മാരുടെ അടുത്ത്, ഉമ്മ വല്ലാണ്ട് ഭ്രാന്ത് കാണിക്കുന്നത് കാണാമായിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലെ എക്സ്പീരിയൻസാണ്. അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും വെറുപ്പ് തോന്നിയത് എൻ്റെ ബ്രദേഴ്സിൻ്റെ കൂട്ടുകാരോടാണ്. പക്ഷെ അവരുടെ വീട്ടിലും ഇതിൻ്റെ അഭിപ്രായമായിരിക്കും ഇവന്മാരാണ് കുഴപ്പമെന്ന് പറയും. നമുക്കറിയില്ലല്ലോ ആരാണ് കുഴപ്പമെന്ന്. കൂട്ടുകെട്ടുകൾ എപ്പോഴും നല്ലതിനാണെങ്കിലും ഓക്കെ, പക്ഷേ ഇതേപോലുള്ള വൃത്തികെട്ട കൂട്ടുകെട്ടുകൾ വൃത്തികളിലേക്ക് കൊണ്ടെത്തിക്കും. ഇവിടെയാണ് എക്സ് മുസ്ലിം ടീമിനെയൊക്കെ ഞാൻ വല്ലതുമൊക്കെ പറയുന്നത്. ഇവർക്ക് അല്പലാഭത്തിന് വേണ്ടിയിട്ട് മാത്രം ഇവർ കാണിക്കുന്ന പേക്കൂത്ത് കണ്ട് വളരുന്ന ഒരു പുതിയ തലമുറ നേരെ ചെന്ന് ചാടുന്ന മയക്കുമരുന്നിലും ഫ്രീ സെക്സിലും ഒക്കെയാണ്. ഓർത്തു നോക്ക്, പെൺകുട്ടികളെ ഇവർ കൊണ്ടുപോകുന്നുണ്ട്. അവർ പോയി ചാടുന്നത് എങ്ങോട്ടാണ്? വസ്ത്രം. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു ഡ്രസ് കോഡൊക്കെ എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ വളരെ മിതത്വം പാലിക്കാൻ പറയും. മിതത്വം ഇന്നെ മാനർ അല്പം ഒരു ജീൻസോ വല്ലതും ഒക്കെ ഇടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ബഹളം വയ്ക്കുന്ന പേരൻസ് ഉണ്ട്. ഇന്ന് അതൊക്കെ മാറി ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ഫോർവേഡായി തിങ്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഫോർവേഡ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ഊരി കളയുക എന്നുള്ളതല്ല. പക്ഷേ എന്നിരുന്നാലും അത്യാവശ്യം കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടായ രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുന്നതിനൊന്നും വിലക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ തീർത്തും അനുവദിക്കാത്ത വീടുകളിൽ നിന്ന് ചാടുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം കൊണ്ട് പെൺകുട്ടികൾ പുറത്തേക്ക് വരും. ആദ്യം വലിച്ചെറിയുന്നവരവരുടെ വസ്ത്രമാണ്. ബിക്കിനി ഇട്ടുകൊണ്ട്, ഷാലു ബിക്കിനി ഇട്ടുകൊണ്ട് കാണിച്ച മേലം കണ്ടില്ല. ആ കുടുംബം പഠിപ്പിച്ചു, MA വരെ പഠിപ്പിച്ച കുട്ടി പുറത്തേക്ക് വന്നിട്ട് ആദ്യം പറഞ്ഞത് വീട്ടുകാർ ശരിയല്ലെന്നാണ്. കാരണം അവൾക്കറിയാം പിന്നെ അവളെ സംരക്ഷിക്കുക എക്സുകളാണ്, മുച്ചിലിമുകളാണ് സംരക്ഷിക്കുക. അപ്പോൾ ഈസി ആയിട്ട് അവൾ പറഞ്ഞു, ഞാൻ മതം വിട്ടു, ഞാൻ പുറത്തേക്ക് വന്നു. ഒക്കെ തോന്നിയ കണക്ക് നടക്കണം. വീട്ടിലെ ചട്ടക്കൂടിൽ അമ്മ പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കാൻ വയ്യാത്തത് കൊണ്ട് ചാടി പുറത്തേക്ക് വന്ന അമ്മ കുഴപ്പമാണ്, അമ്മ എന്നെ കൊല്ലുമെന്നാണ് ആ പെൺകുട്ടി ആദ്യം പറഞ്ഞത്. ഇതേപോലെ ഒരുപാട് പേരുണ്ട്. ഞാൻ അത്രയൊന്നും പറഞ്ഞ് കടത്ത് പറയുന്നില്ല എങ്കിലും ഈ കൊലപാതകങ്ങൾ, 2 കൊലപാതകങ്ങൾ ചെയ്ത ഈ 2 കുട്ടികളും എക്സ് മുസ്ലിം അടിമകളാണ്.
ആദ്യത്തെ കുട്ടി അമ്മയെയാണ് കൊന്നു കളഞ്ഞത്, അതും വയ്യാത്ത അമ്മയെ വെട്ടി അങ്ങോട്ട് കൊന്നു. അവനെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഖുർആൻ കത്തിക്കുന്നത് കണ്ടു. മുറി അടച്ചിട്ടിട്ട് ഖുർആൻ അങ്ങോട്ട് കത്തിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ കേട്ടത് എന്താണ്? നിരുപദ്രവകരമാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് മൗനമായി ഇരിക്കുമ്പോഴും സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിപിഴപ്പിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് രണ്ടാമത്തെ കൊലയാണ്. അവൻ്റെ തന്നെ കൂട്ടുകാരൻ സ്വന്തം ഭാര്യയുടെ കഴുത്തിലേക്ക് കത്തി കുത്തി ഇറക്കിയിരിക്കുന്നു. മയക്കുമരുന്നൊന്നും അവന് ആവശ്യമില്ല. അത് മയക്കുമരുന്നൊന്നുമല്ല, അതിനേക്കാൾ വീര്യം കൂടിയ മരുന്നാണ് അവരുടെ ഉള്ളിലേക്ക് പോകുന്നത്. ഈ വിഷം കുത്തിവെക്കുന്നത് എക്സ് മുസ്ലിമാണ്. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഇതേപോലുള്ള കൊലപാതകങ്ങൾ എടുത്താൽ ഇസ്ലാമിൻ്റെ തലയിലേക്ക് കൊണ്ടുവയ്ക്കാൻ ഭയങ്കര വെപ്രാളപ്പെടുന്നവരോട് ഒരു വാക്കാണ്, ശരിക്കും അന്വേഷിക്കും. അപ്പം മനസ്സിലാവും അവരുടെ എച്ചിൽ മുസ്ലിം ആ ഒരു കൂട്ടുകെട്ട്. ഇസ്ലാം പഠിച്ചവനോ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരോ ഇതുപോലെ തെറ്റുകുറ്റങ്ങൾ ചെയ്യില്ല, മോശപ്പെട്ട രീതി നടക്കില്ല. അത് അവരുടെ മതം പറഞ്ഞു കൊടുക്കുന്നില്ല. മതത്തിൽ അത് നിഷേധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. വ്യഭിചാരമാണെങ്കിലും കൊലപാതകമാണെങ്കിലും കളവ് പറച്ചിലും ഇതൊക്കെ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന മതമാണ്. മതം അറിയുന്നവർ അത് ചെയ്യില്ല എന്ന് ശരിക്കും മനസ്സിലാക്കാം. അപ്പോൾ ജലീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മദ്രസയിൽ പോയവരാണ്. അതെ, മെജോറിറ്റി 100% ആൾക്കാരും ഇസ്ലാമിലെ ആൾക്കാർ മതത്തിൽ വിടും, മദ്രസയിൽ വിടും. അപ്പോൾ എല്ലാവരും മദ്രസയിൽ പോയവർ തന്നെയാണ്. നെഗറ്റീവായി പറഞ്ഞോ പോസിറ്റീവായി പറഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ മതത്തിൽ പോകുന്നവർ തന്നെയാണ്, മദ്രസയിൽ പോകുന്നവർ തന്നെയാണ് അവരൊക്കെ. അതിൻ്റെ അർത്ഥം മദ്രസയിലുള്ള പഠിത്തം കൊണ്ടാണ് അവരങ്ങനെ ആയി എന്നല്ല. അവർ അതിനുശേഷം കേൾക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും മാറും. ഒരു 3-4 കൃമികീടങ്ങൾ ഇരുന്നു കൊണ്ട് അതും യൂട്യൂബ് തുറന്നു വെച്ചിട്ട് അവഹേളനപരമായ കാര്യങ്ങളും വൃത്തികേടുകളും പറയുമ്പോൾ അത് കേട്ട് ഈ മതത്തിൽ നിന്ന് മാറണമെന്ന് ചിന്തിക്കുന്നവർ നേരെ പോകുന്നത് ഇതുപോലുള്ള ചീത്ത കൂട്ടുകെട്ടുകളിലേക്കാണ്. ചീത്ത കൂട്ടുകെട്ടിനെ മീൻസ് കൊലപാതകം, കഞ്ചാവ്, വ്യഭിചാരം, ഇതിലൊക്കെയാണ് അവർക്ക് ഭയങ്കര താല്പര്യങ്ങൾ വരുന്നത്. ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളാണ്. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത്. ഇവൻ്റെയൊക്കെ ഒരു കൂസലില്ലായ്മ കണ്ടില്ലേ? ഇവനൊക്കെ എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടോ? ചെയ്തതിൻ്റെ തെറ്റോ അതിൻ്റെ ഡെപ്തോ ആഴമോ ഒന്നും മനസ്സിലാക്കാതെ അവൻ്റെ ഇരിപ്പ് കണ്ടോ? അവൻ വണ്ടിയും കൊണ്ട് ഓടി കയറിയെടുത്തുനിന്ന് നാട്ടുകാർ ചേർന്ന് പിടിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്ത് പ്രയോജനം? പോയവർ പോയില്ലേ, ആ കുട്ടിക്ക് ഉമ്മ ഇല്ലാണ്ടായില്ലേ? ഇതിനെ ഓർത്ത് കഴിയുന്ന അവൻ്റെ ഉമ്മ പറഞ്ഞത് കേട്ടില്ലേ? അവളുടെ ഉപ്പാണ് കുഴപ്പമെന്ന്. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞിനെ ഇതുപോലെ നിർബാധം തല്ലുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മൾ അറിഞ്ഞാൽ ഉപ്പ പിടിച്ച് വീട്ടിൽ നിർത്തിയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ആ ഉപ്പ ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണ്. മകളെ പിന്നെ വിടില്ല എന്ന് തീരുമാനിച്ചത് ശരിയാണ്. ഒരിക്കലാണെങ്കിൽ പോലും കൈയൊന്ന് ഉയർത്തിയാൽ അവൻ്റെ ഉപ്പ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിടരുത്, പ്രൊട്ടക്റ്റ് ചെയ്യണം. പക്ഷേ ഇതൊരു പടി കൂടെ പോയി അവന് വീട്ടിലേക്ക് പെർമിഷൻ കൊടുത്തതാണ് ഇപ്പം ഇങ്ങനെയൊന്നും സംഭവിച്ചത്. പാവം കുട്ടി ഒന്നും അറിയാതെ മരണപ്പെട്ടു പോയി. പിൻകഴുത്തിൽ കത്തി കുത്തി ഇറക്കി എന്നാണ് പറയുന്നത്. ബാക്കി കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. എൻ്റെ കമൻറ്റ് സെക്ഷൻ കണ്ടപ്പോൾ ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് തോന്നി. ഒരു ബോധവും പരബോധവും ഇല്ലാതെ എന്തെങ്കിലും അങ്ങ് എഴുതി വെക്കും. പിന്നെ സംഘികളുടെ കാര്യം പറയേണ്ട, ഓടി അങ്ങോട്ട് ചെല്ലുക, എങ്ങും ഇല്ലെങ്കിൽ ഒരു കൈയെത്ത് എന്നാ വിളിച്ചോ, ഒരെഴുത്ത്. അതാണ് മദ്രസ ഏതാ, മദ്രസ പൊട്ടൻ, ഇസ്ലാമിൻ്റെ സമാധാനം, ഇതൊക്കെയാണ് പറയുന്നത്. ഇസ്ലാമിൻ്റെ സമാധാനമല്ല ഇവിടെ കണ്ടത്, എച്ചിലുകളുടെ സമാധാനമാണ്. ഈ എച്ചിലുകളുടെ ചാനലുകൾ നിരോധിക്കണം, അല്ലെങ്കിൽ ഇവിടെ നിർബാധം കൊലപാതകങ്ങൾ നടക്കും. ഇനിയും ആൾക്കാർ ഇതുപോലെ ഇരകളാക്കപ്പെടും. സത്യത്തിൽ ആ പെൺകുട്ടിയുടെ തീരുമാനം കറക്റ്റായിരുന്നു. ഇത് വിക്ടിമൈസ് ചെയ്തുകൊണ്ടാണ് ആരിഫ് ഹുസൈനെ പോലുള്ളവരിരുന്ന് കരയുന്നത്. എൻ്റെ ഭാര്യ മുജാഹിദാണ്, തീവ്ര മതവാദിയാണ്. എനിക്ക് അവളുമായിട്ട് മുൻപോട്ട് പോകാൻ പറ്റാതെ ഞാൻ അവളെയും കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു. വളരെ ഇതായിട്ടിരുന്നുകൊണ്ട് പറയാണ്. എത്രാമത്തെ എണ്ണത്തിനെ ഉപദേശിച്ചു എന്നുള്ളതൊക്കെ ചോദിക്കുമ്പോൾ അറിയാം, 4-5 ആയി. എനിവേ, പക്ഷെ അവനത് പറയുമ്പോൾ അവനോട് കരുണയാണ് എല്ലാവർക്കും തോന്നുന്നത്. അതിനകത്ത് ഒരു കരുണയും തോന്നണ്ട. ഇതുപോലെ അറമായിച്ച് നടക്കുന്നവന്മാർക്കൊപ്പം ഒരു ദിവസത്തേക്ക് പോലും ഒരു പെണ്ണ് നിൽക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പേഴ്സണൽ അഭിപ്രായം അതാണ്. ഒരു കാരണവശാലും നിൽക്കരുത്. അവൻ്റെയൊക്കെ തോന്നിവാസങ്ങൾക്ക് നമ്മളും കൂടെ ഉത്തരവാദിയാവും. ക്രിമിനൽസാണ്, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ നടക്കുന്നവരാണ് ആരിഫ് ഹുസൈൻ, ലിയാഖത്ത് അലി പോലുള്ളവർ. ഒരു മതത്തിൽ വിശ്വസിച്ച് ആ മതവാദവും കൊണ്ട് നടക്കുന്നവർ അവരവരുടെ പാട്ടിനല്ലേ ജീവിക്കുന്നത്. അവരാരെങ്കിലും ആഹ്വാനം ചെയ്യുന്നുണ്ടോ, നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന്? പൊട്ടിത്തെറിക്കും. ഇരുമ്പ് ചട്ടി ഇട്ടുകൊണ്ട് ഇപ്പം തീർക്കും എന്നൊക്കെ പറയുന്നിടത്ത് ഇപ്പം ഇരുമ്പ് ചട്ടി ഇട്ടുകൊണ്ടാണ് അവൻ പൊട്ടിത്തെറിച്ചത്. അവൻ കുത്തി അങ്ങ് കൊന്നു കളഞ്ഞു സ്വന്തം ഇണയെ. എന്തുകൊണ്ടാണ് അവനത് ചെയ്തത്? അവൻ എച്ചിലായതുകൊണ്ടാണ്. മറ്റേ കുട്ടി സ്വന്തം ഉമ്മായെ, പെറ്റ ഉമ്മായെ കഴുത്ത് വെട്ടി കൊന്നു കളഞ്ഞു. എന്തിനാണത് ചെയ്തത്? എച്ചായതുകൊണ്ടാണ്. ഖുർആൻ കത്തിച്ചു കളഞ്ഞു. എങ്ങനെയുണ്ട്? ആ ബോധം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ എക്സ് മുസ്ലിംസാണ് ഏറ്റവും വലിയ പരാജയം. നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ഇവരെയാണ്. ഇസ്ലാം നാമധാരികളാണ് എന്നത് ഒറ്റ കാരണം കൊണ്ട് ഇസ്ലാമിയർക്ക് പോലും ഇവരൊരു വലിയ അപകടമായിട്ട് നിൽക്കുകയാണ്. ഇസ്ലാമിയർക്കൊന്നും പറയാനൊക്കെ പ്രതിരോധിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴാണല്ലോ ഇങ്ങനെയൊരു ടെക്നിക്ക് ഉണ്ടായത്. ഇവരുടെ പാസ്റ്റ് എടുക്കുക, ഇവരിപ്പോൾ എന്താ ചെയ്തിരുന്നത്, ആരുമായിട്ടേക്കായിരുന്നു സഹകരണം എന്നൊക്കെ അറിയാൻ കഴിഞ്ഞതുകൊണ്ട് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ വ്യക്തമായി പറയാം, ഈ പയ്യൻ്റെ തലയിൽ കയറിയിരിക്കുന്ന അതാണ്. സിന്തറ്റിക് രൂപത്തിലുള്ള ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ അവന് ഇസ്ലാം ആണെന്ന് തോന്നുന്നുള്ളൂ. 5 നേരം നിസ്കരിക്കുന്ന അത്രയും ഈമാനോടുകൂടി ജീവിക്കുന്ന കുട്ടികളായിരിക്കും ഇസ്ലാം പഠിച്ചവരും ഇസ്ലാമിലുള്ളവരും. അവരിതുപോലെ മോശം പ്രവൃത്തിക്ക് പോയി നിൽക്കത്തില്ല. കള്ള് കുടിക്കുകയും പെണ്ണ് പിടിക്കുകയും ഈ കഞ്ചാവ് അടിക്കുകയൊക്കെ ചെയ്യുന്നവരെ ഒരു കാരണവശാലും ഇസ്ലാമിൽ ഉൾപ്പെടുത്തില്ല. അത് ഇസ്ലാമികമല്ല. അത് എത്ര പേർക്ക് മനസ്സിലാവും? എന്തുകൊണ്ടാണ്
ഇസ്ലാമിൽ മൊയ്ലിയാക്കന്മാർ ഇതിനെപ്പറ്റി കൂടുതൽ ഡെപ്തിൽ പറയാത്തത്? സെക്സിന്റെ കാര്യം മാത്രം പറയാൻ വലിയ ഉത്സാഹമാണ് അവർക്കും. ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ട സമൂഹത്തിൽ. ഈ ഡ്രഗ്സ് ഒക്കെ കഴിക്കുന്നത് ഇസ്ലാമികമല്ല. അത് മക്കൾ കഴിക്കുന്നുണ്ടെങ്കിൽ രഹസ്യമാക്കി വെക്കരുത് അമ്മമാർ. നാളെ വാളും എടുത്തുകൊണ്ട് വെട്ടാൻ വരുന്നവർ നിങ്ങളെ തന്നെയാണ്. ചുറ്റുമുള്ളവരെയല്ല അവർ വെട്ടുക. ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് അവർ വെട്ടിക്കൊല്ലുന്നത്, അമ്മയെയും ഭാര്യയെയും. ഏറ്റവും പ്രിയപ്പെട്ടതല്ലേ ആണ് നിങ്ങൾക്ക് അവർ രണ്ടും. അവരെയാണ് വെട്ടിക്കൊല്ലുന്നതെങ്കിൽ ഓർത്തു നോക്കുള്ളൂ അവരുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത് എന്താണ്. മതം വിടുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചോവൻ ക്രിമിനലായി എന്നാണ്. ഈ മതം ഇല്ലാത്തവരുടെ കൂട്ടായ്മകളിലുള്ള ഓരോരുത്തരെയും ക്രോസ് ചെക്ക് ചെയ്യണം പോലീസുകാർ. തീർച്ചയായിട്ടും അവർ നാളത്തെ ക്രിമിനലുകളാണ്. ആരെയാണ് അവരടുത്ത് കൊല്ലാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. ഒരു കാരണവശാലും ഇവറ്റകളെ ഒരു രീതിയിലും നമ്മൾ അംഗീകരിക്കാനോ ചേർത്ത് പിടിക്കാനോ പോകരുത്. അവൻ യുക്തിവാദി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കും, ഒരു കുഴപ്പമില്ല. അവൻ എക്സ് ആണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കരുത്. അവൻ തീവ്രവാദിയാണ്, അവൻ പ്രശ്നക്കാരനാണ്, അവൻ കൊല്ലും, അവൻ കൊല നടത്തും, വ്യഭിചരിക്കും, തോന്നിവാസം നടത്തി ജീവിക്കുമെന്നുള്ളൊരു തർക്കമേ ഇല്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണ്. എനിക്ക് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് പറയുന്നത് അത്രത്തോളം ഇൻറ്റിമസി ഉള്ള ഒരു സംഗതിയാണ്. അതിനകത്ത് പരസ്പരം വെല്ലുവിളിക്കാനും പരസ്പരം തോൽപ്പിക്കാനും പോകുന്നിടത്ത് ആ ബന്ധം പരാജയപ്പെടും. പരസ്പരം റെസ്പെക്റ്റ് ഇല്ലാതെ, മനസ്സിലാക്കലുകളില്ലാതെ ഒരു നിമിഷത്തേക്ക് പോലും ആ ബന്ധം കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിനകത്ത് ഒരു നാണക്കേടുമില്ല, ഇല്ല എന്ന് പറഞ്ഞ് മാറിപ്പോകുന്നതാണ് ഏറ്റവും നല്ല വഴി. നമ്മളുടെ സ്റ്റേജിലേക്ക്, നമ്മളുടെ പൊസിഷനിലേക്ക് മറ്റൊരുത്തനെയോ കൊണ്ടുവരുന്നവരോട് ഒരു ദിവസത്തേക്ക് പോലും ക്ഷമിക്കാനോ കൂടെ ജീവിക്കാനോ പാടില്ല. 2, നമ്മളെ അടിക്കാനും ഉപദേശിക്കാനും തല്ലാനുമല്ല നമുക്ക് പാർട്ട്ണർ, നമുക്കൊപ്പം ജീവിക്കാനാണ്. അഭിപ്രായങ്ങൾ പറയാം, കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒപ്പം ഒരു ദിവസത്തേക്ക് പോലും ജീവിക്കരുത്. കളഞ്ഞ് ചിറങ്ങി വരണം. പെൺകുട്ടികൾ സ്വയം പര്യാപ്തരാകണമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. 13 വയസ്സിൽ ഓടുന്ന പെൺകുട്ടികളുണ്ട് നമുക്കിടയിൽ. 15, 16 ഇതൊക്കെയാണ് പ്രായം ഓടാൻ. മുട്ടി നിൽക്കുകയാണോ എന്ന് അറിയത്തില്ല. കുറച്ചൊക്കെ കൺട്രോൾ വേണ്ടേ, ക്ഷമ വേണം. അതില്ലാത്തവർക്കാണ് ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. ഏതായാലും ആ കുട്ടിക്ക് വളരെ ദയനീയമായ ഒരു മരണമാണ് അവൻ കൊടുത്തത്. അവൻ്റെ ഒപ്പം അവനെ വിശ്വസിച്ച് ഇറങ്ങിപ്പോയി ഒരു കുഞ്ഞിനെയും കൂടെ കൊടുത്തതിന് ഇതാണ് മറുപടി. ഇനിയും ഒന്നുമായിട്ടില്ല, അവൻ ഇറങ്ങും, വീണ്ടും അവന് ജാമ്യം കിട്ടും. അവൻ്റെ ഉമ്മ പറഞ്ഞു കേട്ടില്ലേ, അവനല്ല കുറ്റക്കാരൻ, അവളുടെ അപ്പനാണ്. ഇനി ഇറങ്ങും. ആ കുട്ടിക്ക് വേണ്ടി അവൻ പോരുന്നു. ആ കുട്ടിയും സേഫ് അല്ല, ഇനി ആ വാപ്പായും ഉമ്മായും സേഫ് അല്ല. ഇവൻ പുറത്തേക്ക് വന്നാൽ അവരെ സംരക്ഷിക്കുക, അവർക്ക് വീട്ടിന് മുമ്പിൽ പോലീസ് കവല ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി. ഇങ്ങനെയുള്ള ഇത്രയധികം വൃത്തികേടുകൾ ചെയ്തവന്മാർക്ക് ജാമ്യം അനുവദിക്കാതിരിക്കുക. വിചാരണ തടവെന്ന് പറയുന്നത് നല്ലതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നി. മുൻപൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് വിചാരണ തടവ് എന്ന് പറയുന്നത് ഒരു ക്രൂരമായ സംഗതിയാണ്. പക്ഷേ അതൊരു നല്ല കാര്യമാണ്. ഇങ്ങനെയുള്ളവന്മാരെ ഒരു കാരണവശാലും പൊതുസമൂഹത്തിലേക്ക് ഇറക്കി വിടരുത്. അവർ ഡേഞ്ചറാണ്, അവർ പ്രശ്നക്കാരാണ്. ഒരു കാരണവശാലും അവരെ വിശ്വസിച്ച് നമ്മളെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല. എന്ത് നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും താമരശ്ശേരിയും കോഴിക്കോട് സൈഡും ഒക്കെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നും കൊലകളാണ്, എന്നും ഇതൊക്കെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. അതിശയപ്പെടാനൊന്നുമില്ല. മതം ശരിക്ക് പറഞ്ഞു കൊടുക്കാൻ കൃത്യമായ ബോധ്യമില്ലാത്ത ഉസ്താക്കന്മാർ നമുക്ക് ഉണ്ടായിപ്പോയി. അതുകൊണ്ടാണ് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കാതെ അനാവശ്യമായി മതവാദവും മതബോധവും കുട്ടികളുടെ തലയിൽ ഇടിച്ചു കയറ്റുന്നത് കൊണ്ടാണ് അവർ വേർത്ത് മറ്റൊന്നിലേക്ക് പോകുന്നത്. കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ തക്കവണ്ണമുള്ള ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്ത് അതിലേക്ക് ചേർക്കുന്നതിന് പകരം ഇതേപോലുള്ള മന്ദബുദ്ധികളാണ് അവരെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഈ കാമിതയൊക്കെ പോലുള്ള സ്ത്രീകൾ പഠിപ്പിച്ച കുട്ടികളെയൊക്കെ ശരിക്ക് പഠിപ്പിക്കണം, കൗൺസിലിങ്ങിന് വിധേയമാക്കണം. അല്ലാച്ചാൽ അത് പ്രശ്നമാണ്. എന്താണ് നടക്കണമെന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല. വല്ലാത്തൊരു വിഷമമുണ്ട്. ഷിബിലയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും എക്സ് മുസ്ലിമിന് നല്ല പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് ഷിബിലയുടെ ഭർത്താവായിരുന്നവൻ്റെ കൂട്ടുകാരൻ ചെയ്ത ചെയ്ത്തും അവർ തമ്മിലുള്ള കൂട്ടുകെട്ടും വ്യക്തമാകും. മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ട സൗരഭ്യമൊന്നും കേട്ടില്ലേ, അത് തന്നെയാണ് ഈ സംഭവിച്ചത്. അത് ഇത്രത്തോളം നന്നായി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പറയേണ്ടത് ഷിറ്റിനെ ചുമന്നവൻ ഷിറ്റ് നാറും എന്ന് പറയുന്നത് പോലെ പറയേണ്ടതാണ്. എനിവേ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ജീവനില്ലാത്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിങ്ങനെ അവതരിപ്പിക്കാനേ അറിയുള്ളൂ. വല്ലാത്ത വിഷമമുണ്ട്. വിവാഹം എന്ന് പറയുന്നതും പ്രണയം എന്ന് പറയുന്നതും ഒക്കെ വളരെ പ്രഷ്യസായ മൊമെൻറ്റ്സും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ. പങ്കാളി നമ്മളെ കൊല്ലാനായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ വല്ലാത്ത വേദനയാണ്. അത് ഓവർകം ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ്. താങ്ക് യു.